ഹരേ കൃഷ്ണ, ജയശ്രീ രാധേ രാധേ. എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം, ഭക്തിപൂർവ്വം, ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ 30 ദിവസങ്ങളായി 27 ദിവസം എന്നാണ് ഇന്നലെ പറഞ്ഞത്, അത് തെറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. 30 ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ തിരുനാമങ്ങൾ ഓരോ ദിവസവും 108 തവണ വച്ച് ജപിക്കുകയാണ്. ധൻതേരസ് മുതൽ, അതായത് അമ്മയുടെ അവതാരപ്പിറവിയുടെ ദിവസം മുതൽ ഓരോ ദിവസവും അമ്മയുടെ തിരുനാമങ്ങൾ ഭക്തിയാദരപൂർവ്വം ജപിക്കുകയാണ്. ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും, അല്ലെങ്കിൽ ഈ അമ്മ മഹാലക്ഷ്മി ദേവിയെ ഉപാസിക്കുന്ന, ഈ ജപത്തോടൊപ്പം ഉപാസിക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കും എന്നുള്ളത് തീർച്ചയാണ്. നമുക്ക് ഭക്തി കൊണ്ട്, അമ്മ ലക്ഷ്മി ദേവിയുടെ ഭക്തി കൊണ്ട് സാധ്യമല്ലാത്തതായിട്ട് ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. അമ്മയെ ഭജിക്കുന്നത് കൊണ്ട് സാധ്യമാവാത്തത് ഒന്നുമില്ല. ധനമില്ലാത്തവൻ്റെ കയ്യിലെ ധനവും ആയുധമില്ലാത്തവൻ്റെ കയ്യിലെ ആയുധവും ഭക്തിയാണ്. അപ്പോൾ ഈ ഭക്തി കൊണ്ട് നമുക്ക് ദൈവാധീനമുണ്ടാകുന്നു. ദൈവാധീനമുണ്ടാകുമ്പോൾ ഓരോ കാര്യങ്ങളും നാം വിചാരിക്കുന്നത് പോലെ തന്നെ, ആ ഒരു വിചാരിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്യും. നാം ചെയ്യുന്നിടത്തും ചെല്ലുന്നിടത്തും ഒക്കെ തടസ്സങ്ങൾ നമ്മളുടെ ഒരു ഭക്തിയുടെ അല്ലെങ്കിൽ ഒരു ദൈവാധീനത്തിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ദൈവാധീനക്കുറവ് നമുക്ക് തന്നെ പരിഹരിക്കാൻ ഈ നാമജപം കേട്ട്, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, നാമജപങ്ങളിലൂടെ, പ്രദക്ഷിണാദികളിലൂടെ, നമസ്കാരങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ദൈവാധീനം നമുക്ക് കൂട്ടാൻ സാധിക്കും. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഭഗവത് ഉപാസന ചെയ്യുക, ഭഗവാനെ പൂജിക്കുക. എപ്പോഴും ഭഗവാന്റെ തിരുനാമം ഉള്ളിൽ ജപിച്ചുകൊണ്ടിരിക്കുക. പുറമേ ജപിക്കാൻ നാണമാണെങ്കിൽ ഉള്ളിൽ ജപിക്കുക. ഉള്ളിൽ ഏതെങ്കിലും ഒരു തിരുനാമം എടുത്ത് ജപിക്കുക. അപ്പോൾ തീർച്ചയായും നമ്മുടെ ദൈവാധീന കുറവൊക്കെ മാറി നല്ല ഒരു ജീവിതം നമുക്ക് സാധ്യമാകും. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത്, നാവോ കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. നമുക്ക് പല ആൾക്കാർക്കും വലിയ വായുണ്ട്, തവളയുടേതുപോലെ വലിയ നാവുകളുമുണ്ട്. പക്ഷേ ഇതുണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് നാമം ജപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആ നാവ് കൊണ്ട് ആ ഗുരുവായൂരപ്പനെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. ഭഗവാന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ മരത്തിൻ്റെ പൊത്തുകളെ പോലെ വലിയ ചെവികളുണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഭഗവാനെക്കുറിച്ച് കേൾക്കാനായിട്ട് സാധിക്കണം. മറ്റ് ലോകവിഷയങ്ങളെക്കുറിച്ച് കേൾക്കാതെ കിട്ടുന്ന സമയം മുഴുവൻ ഭഗവാനെക്കുറിച്ച്, ഭഗവതിയെക്കുറിച്ച് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കണം. എന്തും പറയുവാൻ പൊന്തുന്ന നാവേ നീ ഇന്നൊന്നു പാടുമോ നാരായണ. എന്തും പറയുവാൻ പൊന്തുന്ന നാവേ നീ ഇന്നൊന്നു പാടുമോ നാരായണ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം എന്ന്
ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പറയുകയാണ്. ആ നാമസങ്കീർത്തനമാണ്, ഭഗവാന്റെ നാമസങ്കീർത്തനം സർവ പാപപ്രണാശനം, സർവ പാപങ്ങളെയും ഇല്ലാതെയാക്കും. മാത്രമല്ല ജീവിതത്തിലെ ദുഃഖങ്ങളെയെല്ലാം ഇല്ലാതെയാക്കി. ദുഃഖശമന, പ്രണാമോ ദുഃഖശമന, ആ ദുഃഖത്തിന് മുഴുവൻ ഒരു ശമനമുണ്ടാകുന്നു. അപ്പോൾ ആ ഹരിയെ ഭജിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാവുന്നതോടൊപ്പം നമ്മുടെ ക്ലേശങ്ങളൊക്കെ ഇല്ലാതെയായി, ദുഃഖങ്ങളൊക്കെ ശമിച്ച് നമുക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു, ദൈവാധീനമുണ്ടാകുന്നു, നന്മയുണ്ടാകുന്നു. ഈ നന്മയാണ് നമ്മുടെ ജീവിത വിജയത്തിന് ആധാരം. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, നാം ചിന്തിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ, നാം ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടാണെങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങളൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു ഊർജം, ഒരു അനുകൂല തരംഗം, ഒരു ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കും, നമ്മുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറും. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് അമ്മയുടെ തിരുനാമ ജപം കേൾക്കുക അല്ലെങ്കിൽ ജപിക്കുക എന്നുള്ളത്. ജപിക്കാൻ സാധിക്കുന്നവർ കൃത്യമായി തന്നെ ജപിക്കുക. അമ്മയ്ക്ക് ഒരു നെയ്വിളക്കെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസമെങ്കിലും അമ്മ മഹാലക്ഷ്മി ദേവിയുടെ തിരുസന്നിധിയിൽ ഒരു നെയ്വിളക്ക്, ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ ഒരു നെയ്വിളക്ക്, അമ്മയ്ക്ക് ഒരു ചിരാതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് ഒരു നെയ്വിളക്കെങ്കിലും കൊളുത്തുക. തീർച്ചയായും അതിനൊരു ഫലമുണ്ട്. ഏത് ഉപാസനയാണെങ്കിലും നിങ്ങളൊരു 10 മിനിറ്റ് ഒരു ദിവസം നാമം ജപിച്ചാൽ പോലും ജീവിതത്തിൻ്റെ ഒരു നിഷ്ഠയാക്കി മാറ്റും. അത് ഒരു ഉപാസനാക്രമം. അല്ലെങ്കിൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് രാവിലെ കുളിച്ചിട്ട് ഒരു 10 മിനിറ്റ്, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 10 മിനിറ്റ്. ഇനി കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് കൈയും കാലും മുഖമൊക്കെ നനച്ച് കുറച്ച് സമയം ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഒരു പായിലോ എവിടെയെങ്കിലും ഇരുന്ന് ഒരു അല്പസമയം അമ്മയുടെ തിരുനാമങ്ങൾ, ഭഗവാന്റെ തിരുനാമങ്ങൾ ഉപാസിക്കൂ. വീട് മുഴുവൻ ഒരു സത്സംഗമായിട്ട് മാറണം. അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ സന്നിധിയിലിരുന്ന് തിരുനാമം ജപിക്കണം. അങ്ങനെ ആ തിരുനാമം ജപിക്കുമ്പോൾ നമ്മുടെ വീട് തന്നെ ക്ഷേത്രമായി മാറും. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തരംഗം നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവും. ആ വീട്ടിലുള്ള എല്ലാവരും തമ്മിൽ ഒരു ഐക്യമുണ്ടാകും, ഒരു സ്നേഹമുണ്ടാകും, ഒരു ബന്ധമുണ്ടാകും, ഒരു ഹൃദയബന്ധമുണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ഭക്തിയിലൂടെ നമുക്ക് സാധിക്കുന്നത്. എല്ലാത്തിനും ഭഗവാന്റെ ഒരു കൈത്താങ്ങുണ്ടാകും. ഭഗവാൻ നമ്മളെ ഭഗവാന്റെ കൈവെള്ളയിൽ വച്ച് സംരക്ഷിക്കും. കാരണം ഭഗവാന്റെ തിരുനാമം ജപിക്കുന്ന വീടുകളിൽ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഭഗവാൻ നൽകും. ദേവിയുടെ തിരുനാമം ജപിക്കുന്ന വീടുകൾ സമൃദ്ധി, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ തന്നെ സമൃദ്ധി എന്നാണ് അർത്ഥം. അമ്മ ആ സമൃദ്ധി മുഴുവൻ ആ ഭവനത്തിൽ ചൊരിയും. അപ്പം ഇതൊക്കെയാണ് നമുക്കുണ്ടാവേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ തിരുനാമ ജപത്തിലേക്ക് കടക്കാം. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. 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 ഇന്നത്തെ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം ബുദ്ധിയേ നമ എന്നുള്ള തിരുനാമമാണ്. നല്ല ബുദ്ധി വേണ്ടവർ, അങ്ങനെ പറഞ്ഞ് നല്ല ബുദ്ധി, തെളിഞ്ഞ ബുദ്ധി, ശുദ്ധ ബുദ്ധി വേണ്ടവർ, കുബുദ്ധിയല്ല ശുദ്ധ ബുദ്ധി, ആ ശുദ്ധമായിട്ടുള്ളൊരു ബുദ്ധി വേണ്ടവർ തീർച്ചയായും ഈ ജപത്തിൽ പങ്കെടുക്കണം, ഈ ജപം കേൾക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾക്ക് ശുദ്ധമായ ബുദ്ധി. ചില കുട്ടികൾക്കൊക്കെ ഒരു കാര്യം 10 പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവാത്ത എന്തുകൊണ്ടാണ്? അവർക്ക് ആ ബുദ്ധി തെളിയുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല. അപ്പം കുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധ, താല്പര്യം, ബുദ്ധി ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള അമ്മയുടെ തിരുനാമമാണ് ഇന്ന് ജപിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നാമമാണ്.
കൃത്യമായിട്ട് കേൾക്കുക. ആദ്യം തൊട്ട് അവസാനം വരെ ഈ തിരുനാമം 108 തവണ കേൾക്കുക. ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക. ഏതെങ്കിലും ഒരു സമയം കേൾക്കുക. തീർച്ചയായും എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. എല്ലാവർക്കും അതിൻ്റെ ഒരു സന്തോഷവും ഐശ്വര്യങ്ങളും ഉണ്ടാവും. ജപം ആരംഭിക്കുകയാണ്. ഓം ബുദ്ധേ നമഃ. 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 എല്ലാ ഭക്തമനസ്സുകൾക്കും അമ്മയുടെയും ഭഗവാന്റെയും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദിവസത്തെ പോലെ ഈ ദിവസവും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം നിറഞ്ഞ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്തേ.